Good morning friends. Today we are going to study about the topic coagulation of colloidal solution. We know that stability of a sol is due to the absorption of positive or negative ion by the dispersed particle. The repulsive force between the charged particles don't allow them to settle. If somehow the charge is removed, there is nothing to keep the particles apart from each other. They aggregate and settle down under the action of gravity. അതായത് നമുക്കറിയാം ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടെന്നുള്ളത്. റിപ്പൾസീവ് ഫോഴ്സ് നമ്മുടെ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തും. ഇനി എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ചാർജ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകത്തില്ല. അപ്പോൾ പാർട്ടിക്കിൾസ് നാച്ചുറലി കം ക്ലോസർ, ദേ വിൽ കം ക്ലോസർ ആൻഡ് സെറ്റിൽ ഡൗൺ. ഇനി നമുക്ക് സോൾ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നും അതേപോലെ എങ്ങനെയാണ് കോയാഗുലേഷൻ പോസിബിൾ ആകുന്നതെന്നൊക്കെ നോക്കാം. Mechanism of coagulation by the addition of electrolytes. When an excess of electrolyte is added to a sol, dispersed particles are precipitated. The electrolyte furnishes both positive and negative ion in the medium. The sol particle absorb the oppositely charged ion and get discharged. The electrically neutral particle then aggregate and settle down as precipitate. ഇപ്പോൾ നമ്മുടെ കൊളോയിഡ് സോളിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് സോൾ പാർട്ടിക്കിൾസിലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജിനെ ഫേർണിഷ് ചെയ്യും. പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമ്മുടെ ഇലക്ട്രോഡിൽ നെഗറ്റീവ് ചാർജ് അതായത് ആനിയോണുമായിട്ട് റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസ് ആവും. അതേപോലെ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രോഡിലെ പോസിറ്റീവ് ചാർജ് കാറ്റിയോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് ന്യൂട്രലൈസ് ആവും. ദെൻ ദോസ് ന്യൂട്രലൈസ്ഡ് പാർട്ടിക്കിൾസ് എഗ്രിഗേറ്റ് ആൻഡ് സെറ്റിൽ ഡൗൺ ആസ് precipitate. A negative ion causes the precipitation of a positively charged sol and vice versa. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഈ ഒരു നെഗറ്റീവ് അയോൺ മീൻസ് ആനിയോണ് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ പാർട്ടിക്കിൾസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രസിപ്പിറ്റേഷന് കാരണമാക്കുന്നു. അതേപോലെ തിരിച്ചും കാറ്റിയോണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രസിപ്പിറ്റേഷന് കാരണമാകുന്നു. The effectiveness of an anion or cation to precipitate a sol will naturally depend on magnitude of charge or valency of effective ion. എഫക്റ്റീവ് അയൺ എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് കണ്ടെയ്ൻ ചെയ്യുന്ന അയോണിനാണ് എഫക്റ്റീവ് അയൺ എന്ന് പറയുന്നത്. അയോൺ ക്യാരിങ് ചാർജ് ഓപ്പോസിറ്റ് ടു ദ ചാർജ് ഓൺ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ആനിയോൻ്റെയും കാറ്റിയോൻ്റെയും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കഴിവെന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജിനെയും വാലൻസി ഓഫ് ദ എഫക്റ്റീവ് അയണിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഹാർഡി ആൻഡ് സ്ക്യൂൾസ് ഫോർമുലേറ്റഡ് എ റൂൾ, ദാറ്റ് ഈസ് ഹാർഡി-സ്ക്യൂൾസ് റൂൾ, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് precipitating effect of an ion on dispersed phase of opposite charge increases with valency of ion. ഒരു അയോണിൻ്റെ പ്രസിപ്പിറ്റേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാലൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് പ്രസിപ്പിറ്റേറ്റിംഗ് എഫക്റ്റ് ഓഫ് അയോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാലൻസി. ദ ഹയർ ദ വാലൻസി ഓഫ് ദ എഫക്റ്റീവ് അയോൺ, ദ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പ്രസിപ്പിറ്റേറ്റിംഗ് പവർ. Thus, for precipitating an As2S3 sol which is negatively charged, the precipitating power of Al3 plus Ba2 plus Na plus ion is in the order Al3 plus greater than Ba2 plus greater than Na plus. As2S3 എന്ന് പറയുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സോൾ പാർട്ടിക്കിളിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് Al3 പ്ലസിനാണ്. നെക്സ്റ്റ് Ba2 പ്ലസ്, നെക്സ്റ്റ് ആണ് Na പ്ലസ് വരുന്നത്. For precipitating FeOH3 sol which is positively charged, precipitating power of cations FeCN6 3 minus SO4 2 minus Cl minus is in the order FeCN6 3 minus greater than SO4 2 minus greater than Cl minus. FeOH3 sol which is the positively charged sol particles ആണ്. അതിന് ഏറ്റവും കൂടുതൽ precipitate ചെയ്യാനുള്ള പവർ ഉള്ളത് FeCN6 3 മൈനസിനാണ്. നെക്സ്റ്റ് വരുന്നത് SO4 2 മൈനസ്, ദെൻ Cl മൈനസ്. The minimum concentration of an electrolyte which is required to cause the coagulation of a sol is known as coagulation value or flocculation value.
അതായത് ഒരു ഇലക്ട്രോലൈറ്റിന് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ നടത്താൻ വേണ്ട മിനിമം കോൺസെൻട്രേഷനെയാണ് കൊയാഗുലേഷൻ വാല്യൂ ഓർ ഫ്ലോക്കുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത്രയും ടൈം നമ്മൾ പറഞ്ഞത് ഇലക്ട്രോലൈറ്റ് വെച്ചിട്ട് കൊയാഗുലേഷൻ നടത്തുന്നതിനെ കുറിച്ചിട്ടാണ്. ഇനി അതർ മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബൈ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾ. Second, by electrophoresis. Third, by persistent dialysis. Fourth, by heating or cooling. By mixing two oppositely charged soul. When two oppositely charged soul are mixed in equimolar proportions, they mutually neutralize their charge and get coagulated. രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോള് ഇക്വിമോളാർ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ ദേ മ്യൂച്വലി ന്യൂട്രലൈസ് ആവും. അങ്ങനെ ബോത്ത് ഗെറ്റ് കൊയാഗുലേറ്റഡ്. എക്സാമ്പിൾ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള FeOH3 സോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള AS2S3 സോളുമായിട്ട് മിക്സ് ചെയ്താൽ ബോത്ത് സോൾ ഗെറ്റ് കൊയാഗുലേറ്റഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഇലക്ട്രോഫോറസിസ് ആണ്. In electrophoresis, particles of dispersed phase move towards the oppositely charged electrode. If the process is carried for a long time, the particles will touch the electrode, lose their charge and get coagulated. In electrophoresis, soul particles oppositely charged ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. മീൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും മൂവ് ചെയ്യും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കെ ഇവ ഇലക്ട്രോഡുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് അവരുടെ ചാർജ് അവർക്ക് നഷ്ടമാവുകയും അവർ കൊയാഗുലേറ്റ് ആയി പോവുകയും ചെയ്യും. തേർഡ് മെത്തേഡ് ബൈ പെർസിസ്റ്റൻറ്റ് ഡയാലിസിസ് ആണ്. ദ സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ സോൾ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്. If the electrolyte is completely removed by repeated dialysis, the particle left will be coagulated. ഒരു കൊളോയിഡൽ സോളിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ഉള്ളതുകൊണ്ടാണ്. റിപ്പീറ്റഡ് ഡയാലിസിസിലൂടെ ഈ ഒരു ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിൾസ് റിമൈനിങ് പാർട്ടിക്കിൾസ് ന്യൂട്രലൈസ് ആയി പോവും. അങ്ങനെ അവിടെ കൊയാഗുലേഷൻ പോസിബിൾ ആവും. ഓക്കെ. ഫോർത്ത് മെത്തേഡ് by heating or cooling. The soul get coagulated on heating. Example, coagulation of butter. In some cases, cooling the soul also result in coagulation. For example, coagulation of milk. That is, on cooling, milk fats start floating on the surface.